ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിപ്പോസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ എവിടെ വന്നേക്കുന്നതെന്ന് മനസ്സിലായോ? പൊന്മുടിയിൽ. നമ്മളിന്ന് പൊന്മുടിയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 2:10 ആയി. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പം 2:10 ആയി. ഇന്നധികം വെയിലൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. ഒരുപാട് കോടയൊന്നുമില്ല. ചിലപ്പോൾ ഇനി വൈകിട്ടൊരു 4 മണിയൊക്കെ ആകുമ്പോൾ വരുമോയെന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്പം നല്ല തണുത്ത കാലാവസ്ഥയാണ്. അങ്ങനെ നമുക്ക് ഇന്ന് പൊന്മുടി എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഹലോ. അപ്പം നമ്മളിന്ന് എവിടെയാ പൊന്മുന്നു? പൊന്മുടി. പൊന്മുടിയിലാണ് അല്ലേ. നമ്മൾ ഇതിന് മുന്നേ പൊന്മുടി വന്നിട്ടുണ്ട്. മനുവിന്റെ ചാനലിൽ നമ്മൾ പൊന്മുടിയുടെ വ്ളോഗ് ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ ഞാൻ പോകുന്ന വഴിയൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് മുതൽ എടുക്കുന്നത്. തിരിച്ചു പോകുമ്പോൾ ടൈം ഉണ്ടെങ്കിൽ പോകുന്ന വഴിയിടാം. പക്ഷെ ഞാൻ വിചാരിച്ചു പൊന്മുടി മേലെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഹിൽ ടോപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമ്മൾ മനുവിന്റെ ചാനലിൽ മുന്നേ ഇട്ടിട്ടുള്ളതിൽ വരുന്ന വഴിയൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ. സോ അപ്പൊ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ. മനുവിന് ഭയങ്കര ഇഷ്ടം കേട്ടോ മൈക്രോ ഫോട്ടോസ് എടുക്കുക. എന്താണെന്നറിയില്ല, എവിടെ പോയാലും ഇതുപോലെ കുറേ മൈക്രോ ഫോട്ടോസ് എടുക്കും. ഇന്ന് എന്താണെന്നറിയില്ല കേട്ടോ, രാവിലെ എണീറ്റപ്പം മുതലും ഭയങ്കര ഒരു മൂഡ് ഓഫും മൂകതയും ഒരു അലസതയും ഒരു ഉന്മേഷമില്ലായ്മയൊക്കെ, എന്തോ ഭയങ്കര ഒരു വിഷമം പോലെ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, എന്നെ തന്നെ ഒന്ന് എനർജറ്റിക് ആക്കാൻ എവിടെ പോവാം. അപ്പം ഞാൻ ആലോചിച്ചു പൊന്മുടി വിട്ടാലോ. അതാകുമ്പം ഭയങ്കര അടിപൊളി സ്ഥലം അല്ലേ, നേച്ചർ ഫ്രണ്ട്ലി ആണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി പൊന്മുടി. ഞാൻ കുറേ തവണ വന്നിട്ടുണ്ട്. എനിക്ക് എത്ര കണ്ടാലും മടുക്കാത്തൊരു സ്ഥലമാണ്. അപ്പം എന്തായാലും ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ പൊന്മുടിയിൽ ഏകദേശം ഇതിനു മുന്നേ ഒരു 4-5 തവണയെങ്കിലും വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് എത്ര വന്നാലും മടുക്കാത്തൊരു സ്ഥലമാണ്. നല്ല തണുത്ത കാറ്റ് കേട്ടോ, നല്ല തണുത്ത കാറ്റുണ്ട്. കുറേ പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. എനിക്ക് ശരിയാവണില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പോട്ടാണ് കേട്ടോ. ഇങ്ങനെ വന്നിരുന്നിട്ട് ആ മലയിലുള്ള ഈ പച്ചപ്പില്ലേ അതിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ മനസ്സിന് നമ്മൾ ഭയങ്കര കൂളായിട്ട് അയച്ചുവിടുക. എന്താ പറയുക, മനസ്സിന് എങ്ങോട്ടൊന്നോ ഇല്ലാത്ത രീതിയിൽ സഞ്ചരിക്കുന്നത് പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ പറയും. എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഉള്ള വ്യൂ ഇല്ലേ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, വന്നിട്ടുള്ള സ്ഥലമായിരിക്കും പൊന്മുടി. പക്ഷെ എന്നാൽ പൊന്മുടിയിൽ രാവിലെ 8 മണിക്കായിരിക്കും ഓപ്പൺ ചെയ്യുക. പിന്നെ 4 മണി വരെ കയറ്റി വിടത്തുള്ളൂ. 4 മണിക്ക് ശേഷം നമ്മൾ ആ എൻട്രിയുടെ അവിടെ വന്നാൽ കയറ്റി വിടത്തില്ല. ഇപ്രാവശ്യം പുതിയ 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ കാർഡോ ഗൂഗിൾ പേയോ ഉപയോഗിക്കാം. വൈഫൈ ഇവിടെ അവൈലബിൾ ആണ്. മറ്റേതായിരുന്നെങ്കിൽ നമുക്ക് എപ്പോഴും കയ്യിൽ തന്നെ കാശ് കൊണ്ടുപോകണമല്ലോ, അല്ലാതെ ഗൂഗിൾ പേയും കാർഡും ഇവിടെ അക്സെപ്റ്റ് അല്ലായിരുന്നു. ഇതിപ്പോൾ 2024 സെപ്റ്റംബർ ആണ് കേട്ടോ. ഇപ്പം നമുക്ക് കാർഡും ഗൂഗിൾ പേയും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റീസും കൂടെ വന്നത് നന്നായില്ലേ. പിന്നെന്താ, രാവിലെ 4 മണിക്കാണ് എൻട്രി വരുന്നത്. രാവിലെ 8 മണിക്കാണ്. ഒരു 5 മിനിറ്റ് ഞാൻ ഒന്ന് റിലാക്സ് ആയിക്കോ. ഞാൻ ആദ്യം വിചാരിച്ചു കേട്ടോ ഈ വീഡിയോ ഞാൻ പബ്ലിക് ആക്കണോ വേണ്ടയോ എന്ന് എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ കുറേ ബ്ലണ്ടേഴ്സ് പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല, രാവിലെ എൻ്റെ പോലെ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. അങ്ങനെ എന്നെ തന്നെ ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ വിചാരിച്ചു ഇല്ല, എന്തായാലും ഞാനിത് പബ്ലിക് ആക്കാം, കുഴപ്പമില്ല, ഇത്രയും ഞാൻ എടുത്തതല്ലേ എന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമുള്ള സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അപ്പം നമുക്ക് കുറേ അങ്ങ് ആ ഒരു മൂച്ചിങ് അങ്ങ് മാറിക്കിട്ടും. ഞാനിപ്പം കണ്ടുപിടിച്ചൊരു കാര്യമാണ്, ഞാനിങ്ങനെ എനിക്കിഷ്ടപ്പെട്ട കാര്യമാണ് വ്ളോഗ് ചെയ്യുക, ഡാൻസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ എപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ടോ ആ സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ നോക്കും. എന്താണെന്നറിയില്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്കെന്തോ രാവിലെ എനിക്കിപ്പോൾ മുതൽ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തോ ഇങ്ങനൊരു മൂഡില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ നിങ്ങൾ കേട്ടില്ല, ഞാൻ പറഞ്ഞതൊക്കെ പൊട്ടത്തരും ബ്ലണ്ടേഴ്സും ഒക്കെ ആയിരുന്നു. പിന്നെ എന്താ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് എല്ലാം നല്ല നല്ല സീനറീസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോള് തന്നെ ക്യാൻറ്റീനിൽ വന്നു. ഇവിടെ ക്യാൻറ്റീനിൽ കുറേ സാധനങ്ങളുണ്ട്, കപ്പ പഴംപൊരിയൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ വന്നിട്ട് കപ്പളുടെയും പഴംപൊരിയൊക്കെയാണ് മേടിച്ചത്. പിന്നെ ഇതാ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്, സെപ്പറേറ്റ് ആണ്. സ്കൂട്ടറിനും ബൈക്കിനും ഒക്കെ സെപ്പറേറ്റ് ഏരിയാസ് ഉണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ ഞങ്ങളങ്ങ് ദൂരോട്ട് അങ്ങോട്ട് കുറച്ച് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ നടക്കുമായിരുന്നു.
ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്തും ആ ഒരു വ്യൂ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഒന്നും കൂടെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നുണ്ട്. ഭയങ്കര ഭംഗിയിലെ ആകാശവും ആ ഒരു പച്ചപ്പും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പൊന്മുടിയിലെ ഓരോ സ്പോട്ടിൽ ഇങ്ങനെ വന്ന് നിന്ന് കാണിക്കുക കേട്ടോ. എനിക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണ്. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും സീനറീസ്, അത്രയും ഭംഗിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്കും കാണാൻ പറ്റുന്നുണ്ട്, ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഞാൻ കരുതുന്നത്, നിങ്ങളും അതുപോലെ വിശ്വസിക്കുന്നതെന്ന് വിചാരിക്കുന്നത്, നമ്മൾ ഈ സീനറീസ് എല്ലാം അതേ കണക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ ഇമ്പോർട്ടൻസ് എടുക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ചാനലിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പൊ ഞങ്ങളുടെ പൊന്മുടി, നമ്മുടെ സ്വന്തം പൊന്മുടിയിലെ അതേ ഭംഗിയും നേച്ചറും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വ്ളോഗ് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് സജഷൻസ് ഒക്കെ തരണം. അപ്പോൾ ഇത്രയൊന്നും കഴിഞ്ഞില്ല. പൊന്മുടി നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ടൊന്നും കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. പക്ഷെ മാക്സിമം ഞാൻ കവർ ചെയ്ത് കാണിക്കുവാണ്. എനിക്കിവിടെ വന്നിട്ടേ എന്താ പറയാ, മരങ്ങളൊന്നും അല്ലല്ലോ, പക്ഷെ നമ്മുടെ ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ മലയുടെ മേലെ ഫുൾ പച്ച, എന്താ പച്ച പരവതാനി എന്ന് പറയാമോ, പച്ച പുല്ലെന്ന് പറയാമോ, എന്താ പറയാന്നറിയില്ല. അതുകൊണ്ട് ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുവാണ്. എന്നിട്ട് അതിൽ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു റോക്സുകൾ അല്ലേ, ഒരു പച്ച പരവതാനിയുടെ ഇടയിൽ കുറേ കുഞ്ഞു ഉരുളൻ കല്ലുകൾ, ഇങ്ങനെ കുഞ്ഞൊന്നും അല്ല, നല്ല വലിയ കല്ലുകളാണ്, അതൊക്കെ ഇങ്ങനെ കിടക്കുക. പിന്നെ എന്താ പറയാ, കോടയൊന്നും വന്നില്ല. ഞാൻ വരുന്ന അറിഞ്ഞിട്ട് എന്താ കോട വരാത്തതെന്ന് അറിയത്തില്ല. അപ്പൊ പക്ഷെ ക്ലൗഡ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ എൻ്റെ പിറകുവശം നോക്കിയാൽ നല്ല ക്ലൗഡ്സ് ഉണ്ട്. ആകാശത്ത് കാർമേഘങ്ങൾ ഇങ്ങനെ അതിമനോഹരമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു ചെറിയൊരു ഹട്ടല്ല, ഒരു ഓലമേഞ്ഞൊരു സ്ഥലം. ഇതിനു മുന്നേ ഞാൻ വന്നപ്പോഴൊന്നും ഇത് കണ്ടിട്ടില്ല കേട്ടോ. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ പൊന്മുടി. അധികം പ്രസംഗിച്ച് ഞാനൊരു അധിക പ്രസംഗിയാകാൻ ഉദ്ദേശിക്കുന്നില്ല. അഡൽറ്റിന് 40 രൂപയാണ് ടിക്കറ്റ്, കുഞ്ഞു കുട്ടികൾക്ക് 20 രൂപയാണ് ടിക്കറ്റ്, കാർ പാർക്കിങ്ങിന് 40 രൂപയാണ് ടിക്കറ്റ്. ഇത്ര രൂപ ആവത്തുള്ളൂ ഇവിടെ വരുന്നതിന് മൊത്തം, അല്ലാതെ വേറെ ഫെയർ ഒന്നുമില്ല. പിന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് ഇവിടെ. അവിടെ കപ്പ കൊടുക്കുന്നുണ്ട്, ചിക്കൻ കറി കൊടുക്കുന്നുണ്ട്, ചായ കൊടുക്കുന്നുണ്ട്, ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്, കപ്പലണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെന്താ, പിന്നെ ഒരു കുഞ്ഞു പാർക്കുണ്ട്, പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു 2-3 സാധനങ്ങളൊക്കെ ഉള്ളൊരു പാർക്കുണ്ട്. പിന്നെന്താ, നമ്മളിങ്ങനെ തന്നെ ഇവിടെ തന്നെ മാത്രം നിന്നാൽ മതി. നമുക്ക് അങ്ങോട്ടും പിന്നെ ആ മലയുടെ മണ്ടയിലൊക്കെ പോകണ്ടേ, നമുക്ക് ഓരോ സ്ഥലത്തോട്ടായിട്ട് പോവാം. വന്നപ്പോൾ തന്നെ ഓടിപ്പോയി കപ്പലണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വാപ്പിയും കൊച്ചുമോളും കൂടെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. 2 പേർക്കും കപ്പലണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കപ്പലണ്ടിയും കഴിച്ച് ഹട്ടിൽ നിന്ന് ഇങ്ങനെ വരുക. അടുത്ത് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാവോ? നമ്മൾ ഇനിയും ക്യാൻറ്റീനിൽ പോവാം. അടുത്ത് ഇനി എന്താ വാങ്ങണം, അപ്പം ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്ത് നടക്കോ, നമ്മൾ എന്താ വാങ്ങാം, ഇനി പഴംപൊരി വാങ്ങണോ, കപ്പ വാങ്ങണോ, എന്തൊക്കെ വാങ്ങാമെന്നിങ്ങനെ സംസാരിച്ച് നടക്കുക. ഇതിൻ്റെ ഇടയിൽ എനിക്ക് പ്രകൃതിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ നല്ല വീക്കായിരുന്നു. പക്ഷേ ഞാൻ സ്ലോലി ഞാനിങ്ങനെ ചെയറപ്പായി എൻ്റെ പഴയ ഒരു എനർജിയിലോട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുക. ക്യാൻറ്റീനിൽ വന്നു, നമ്മളവിടെ എന്താ ഫുഡ് എന്നുള്ള വേണ്ടതെന്നൊക്കെ പറഞ്ഞു ഓർഡർ ചെയ്തു. ഭയങ്കര റേറ്റ് എല്ലാം ഭയങ്കര ഫെയർ റേറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് മൊത്തം 260 രൂപയായിട്ടോ. ഒരു കപ്പയും ചിക്കൻ കറിയും 2 ബ്രെഡ് ഓംലേറ്റും 1 ഇലയുടെയും 4 കട്ടൻ ചായയും വാങ്ങിച്ചത്. കപ്പ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടതാ, പക്ഷെ വേർത്താണ്, കുഴപ്പമില്ല. 260 അല്ലേ ഉള്ളൂ. മീൻസ് ടോട്ടലാണ്. ഞാൻ ബ്രെഡ് ഓംലേറ്റും എല്ലാം കൂടെ വെച്ചിട്ടാ പറഞ്ഞത്. നല്ലതാ. മനുവിന് ബ്രെഡ് ഓംലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയി, ഇവിടുത്തെ ക്യാൻറ്റീനിലേക്കാളും നമ്മൾ ഈ പൊന്മുടിയിലോട്ട് വരുന്ന വഴിക്ക് കുറേ കുഞ്ഞു തട്ടുകടയുണ്ട് കേട്ടോ. അവിടെ ചായയും കുറേ പഴംപൊരി അങ്ങനെ കുഞ്ഞു സ്നാക്സും കിട്ടും, ബ്രെഡ് ഓംലേറ്റും കിട്ടും. ആ ഒരു ടേണിങ്ങിൻ്റെ വളവിൽ വരുന്നൊരു 2 കടയുണ്ട്. അവിടെ അടിപൊളി ബ്രെഡ് ഓംലേറ്റ് കിട്ടും കേട്ടോ. യൂഷ്വലി ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ വാങ്ങാറുണ്ട്. പിന്നെ ഇതാ വാപ്പിയും മോളും കൂടെ ഞങ്ങളിത് അവിടെ നടന്നു വന്നു ഊഞ്ഞാലാടാണ്. അവർക്ക് ഊഞ്ഞാൽ കണ്ടപ്പോൾ ഊഞ്ഞാലാടണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലാടുകയാണ്. പിന്നെ ഇവിടെ KSRTC സർവീസ് ഉണ്ട് കേട്ടോ. എനിക്ക് ടൈമൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷെ നമുക്കൊരു ട്രിപ്പ് പോലെ അവിടെ നിന്ന് ഇവിടെ വന്ന് എൻജോയ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ആ രീതിയിൽ KSRTC ബസ്സിൻ്റെ സർവീസ് ഉണ്ട് കേട്ടോ.
പിന്നെന്താ, ഞാൻ കുറേ നേരം എങ്ങോട്ടൊന്നോ ഇല്ലാതെ ഓരോ സ്ഥലങ്ങളും നോക്കി ഇങ്ങനെ ആസ്വദിച്ച് ഞാൻ അടിപൊളിയായിട്ട് റിലാക്സ് ആയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ മലയുടെ അപ്പുറത്തെ സൈഡിലുള്ള വ്യൂ കാണാൻ പോവാം കേട്ടോ. ഭയങ്കര രസമുള്ള വ്യൂ അവിടെ കാണാൻ പറ്റുന്നത്. അവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഒരു കുഞ്ഞു കുഞ്ഞു മലയുണ്ട്. അപ്പം മലയുടെ മേലെ ഇരുന്നിട്ട് കാണാനൊക്കെ പറ്റും. അപ്പം ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാനും വാപ്പിയും മോളും കൂടെ അങ്ങോട്ട് പോവാം. ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ തുടങ്ങി. ഇരുന്നിട്ട് ഈ കാണുന്ന വ്യൂ ഉണ്ടല്ലോ, എന്ത് രസമെന്ന് അറിയാവോ. ഇവിടെ ഇരുന്നിട്ട് കുറെ ആൾക്കാര് അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് കൂവാ കേട്ടോ. അപ്പം ഇപ്പുറത്തെ മലയിൽ ഇരുന്ന ആൾക്കാര് തിരിച്ചു കൂവാണ്. ഒന്ന് കൂവി വെക്കുന്നോ? കൂവി വെക്കാലോ. റെഡി, 1 2 3 സ്റ്റെപ്പ്. ഇല്ല, റെഡി 1 2 3 സ്റ്റെപ്പ്. അവിടുന്ന് പിന്നെ അടുത്ത കൂവലോ ഒന്ന്. ഇനി പോകുന്ന ഇൻഹിബിഷൻ. അപ്പൊ ഇങ്ങനെ കുറെ ആൾക്കാര് അവിടെ നിന്നിട്ട് ഈ മലയിൽ നിന്ന് പോകുമ്പോഴത്തേക്കും അടുത്ത സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് പോകും. ഭയങ്കര രസമായിട്ടോ അതൊക്കെ ഒരു നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് അല്ലേ തിരിച്ചത് ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 12 o'clock ഇറങ്ങിയത്. എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി 1 hour 47 minutes ഉണ്ടായിരുന്നു അല്ലേ മനോ? 1 hour 47 minutes ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന വഴിക്ക് നല്ല വെയിലുള്ള സമയമായിരുന്നു. പിന്നെ ഞങ്ങൾ പൊന്മുടി എത്താറായപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചാറി. പക്ഷെ മഴയെന്ന് പറയാൻ പറ്റത്തില്ല, 2-3 തുള്ളി വെള്ളം വീണതേ ഉള്ളൂ. പക്ഷെ പൊന്മുടിക്ക് അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും വെയിലൊന്നുമില്ല, നല്ല തണുത്ത കാറ്റാണ്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. വെയിലില്ല, പക്ഷെ കോടയും വന്നിട്ടില്ല. എനിക്ക് ഇവിടെ നിന്ന് ആകെ കാണാൻ പറ്റുന്ന കോട ഞാൻ നിങ്ങളോട് നേരത്തെ കാണിച്ചില്ല. ആ മലയുടെ മുകളിൽ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ തട്ടി നിൽക്കുന്ന കണക്ക്, അല്ലെങ്കിൽ കാർമേഘങ്ങൾ ഇങ്ങനെ മൂടി നിൽക്കുന്നത് പോലെ കാണാൻ പറ്റുന്നുണ്ട്, വേറെ ഒന്നുമില്ല. ആ മഞ്ഞ് മലയുടെ മുകളിൽ ഇങ്ങനെ മഞ്ഞ് വന്ന് ഇങ്ങനെ തട്ടി നിൽപ്പുണ്ട്. പിന്നെ ഗ്രീനിന്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ലൈറ്റ് ഗ്രീൻ ഉണ്ട്, അങ്ങനെ കുറേ ഗ്രീനിന്റെ, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഗ്രീനിന്റെ കുറേ ഷെയ്ഡ്സ് കാണാൻ പറ്റും ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും. ജസ്റ്റ് അതൊരു എന്താ പറയാ, ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഗ്രീൻ പുല്ലിങ്ങനെ വേറെ എവിടെ നോക്കൊണ്ടിരിക്കുക, ഒരു ഗ്രൗണ്ടിൽ ഗ്രീൻ ഇങ്ങനെ കിടക്കുന്ന കണക്ക്, അല്ലെങ്കിൽ പുല്ലിങ്ങനെ കിടക്കുന്ന കണക്ക് തോന്നുന്ന ഒരു ഫീലാണ്. പിന്നെ അതിൽ 2 കുഞ്ഞു വഴികൾ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അത് ഇവിടെ നോക്കാം എന്ന് വെച്ചാൽ കുഞ്ഞു വഴിയായിട്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നത്. അതിൽ കൂടി ഇങ്ങനെ കുഞ്ഞു കാറുകൾ പോവുക, കാറ് പോകുന്നതൊക്കെ കുഞ്ഞു കളിപ്പാട്ടങ്ങൾ പോകുന്നത് പോലെ കുഞ്ഞു വണ്ടികൾ അതുവഴി പോവാം. എനിക്ക് ഇതിൽ കൂടുതൽ എങ്ങനെ വർണ്ണിക്കണമെന്ന് അറിഞ്ഞില്ല. നിങ്ങളൊന്ന് ആ വീഡിയോ കണ്ടു നോക്ക്, നല്ല രസമുണ്ട്. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെസ്റ്റൽ ലാൻഡ്. സോ ഇന്ന് ഞാൻ ഇപ്പൊ പൊന്മുടിയിലാണ്. പൊന്മുടിയിൽ ഇപ്പൊ കുറെ ഹിൽസ് ഉണ്ട്, അതിലൊരു ഹില്ലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ വ്യൂ ഭയങ്കര നല്ലതാണ്. കുറെ ഫോഗ് കാണാൻ പറ്റും. പക്ഷെ കുറച്ചിനി ഫോഗ് ഇങ്ങോട്ട് വരും, അതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം. സോ ലെറ്റ്സ് എൻജോയ് ടിൽ ദാറ്റ് ടൈം. എനിക്ക് വന്ന് കോച്ചിങ് ക്ലാസ് എടുത്തതാണ് എങ്ങനെയാണ് സംസാരിക്കാനുള്ളത് അല്ലേ. അപ്പൊ ഇത് നമ്മുടെ സ്വന്തം ചാനൽ ചിപ്പോസ് വ്ലോഗ്, നോട്ട് സോയാസ് വെരി. ഓക്കെ, നല്ല അടിപൊളി വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൈയും കുന്നിന്റെ പുറത്തുള്ള മരങ്ങളും ഒക്കെ കാണാൻ വേണ്ടി നല്ല അടിപൊളി വ്യൂ ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് പോകും. എനിക്കൊന്ന് എല്ലാ 5 മിനിറ്റ് കൂടുമ്പോഴും ഓരോ കാറ്റ് വരുന്നുണ്ട്. പിന്നെ ട്രോളുന്നതിനനുസരിച്ച് എൻ്റെ മുഴുകുന്ന അവസ്ഥയുണ്ട് നിന്നിട്ട്. നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ കുറേ ഫോട്ടോസ് നല്ല വ്യൂ ആയിട്ടുള്ള അടിപൊളി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ, ഇവിടെ നിന്ന് താഴെ കുറേ പേര് ഇരിക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം സമയം ഏകദേശം 5:30 കഴിഞ്ഞു. അപ്പം എനിക്കൊന്ന് 6 മണി വരെ ഇതിൻ്റെ അകത്ത് നിൽക്കാൻ സമ്മതിക്കത്തുള്ളൂ. 6 മണിയാകുമ്പം സെക്യൂരിറ്റീസ് വന്ന് ഫിസിലടിക്കാൻ തുടങ്ങും. അപ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്ന് ക്ലിയർ ഔട്ട് ചെയ്ത് കൊടുക്കണം. പക്ഷെ കൊള്ളാം, നല്ല വ്യൂ ആണ്. ഈ പറയാൻ എന്തെന്ത് സംസാരിക്കാൻ അധികം വാക്കുകളൊന്നും കിട്ടുന്നില്ല. മൊത്തത്തിൽ ഞാൻ ഇതിൽ മുഴുകി അങ്ങ് നിൽക്കുവാണ്. യൂഷ്വലി ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല. ഇന്ന് എനിക്ക് എന്തോ എനിക്കെന്തോ ഒന്ന് സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ. പക്ഷെ നല്ല വ്യൂ.
ഇതിലെല്ലാം ഒന്നും എടുത്തിടരുത് കേട്ടോ. 2 ദിവസം കൂടെ കഴിഞ്ഞ സ്കൂൾ തുറന്നു അല്ലേ. ഞങ്ങൾ ഈ 10 ദിവസം കുറേ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചത്. 10 ദിവസം 10 ഡിഫറെൻറ്റ് കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് ഫുൾ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്ത് ഒന്നും നടന്നില്ല. പ്ലാൻ ചെയ്യാതിരിക്കുന്ന സമയത്ത് നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ നെക്സ്റ്റ് ക്രിസ്മസ് വെക്കേഷന് നോക്കാം. പിന്നെ എങ്ങനെയുണ്ട് ഇവിടെ ഇരുന്നിട്ടുള്ള വ്യൂ? അടിപൊളിയാണ് കേട്ടോ. എനിക്ക് വ്യൂ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഞാൻ ഓരോ കാര്യങ്ങളും ഭയങ്കര റിപ്പീറ്റ് ചെയ്ത് പറയാമെന്ന്. റിപ്പീറ്റ് ചെയ്തെന്നല്ല, ഇവിടെ ഇരിക്കുന്ന വ്യൂ എങ്ങനെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന് എനിക്ക് അറിയത്തില്ല. മാക്സിമം ഷോട്ട്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഞാൻ നേരത്തെ അവിടെ ഇരുന്നിട്ടുള്ള ആംഗിളിലുള്ള വ്യൂ കണ്ടു. അത് കഴിഞ്ഞത് ഇപ്പം ഞാൻ ഇവിടെ വന്നിരുന്ന് റിലാക്സ് ആയിട്ട് ഈ സൈഡിലുള്ള വ്യൂസ് കാണാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, എക്സ്ട്രീംലി ഡിഫറെൻ്റ് അല്ലേ മനു? അവിടെയുള്ള വ്യൂവിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് ബെറ്റർ, ഏതാണ് ഏറ്റവും മോസ്റ്റ് ഇഷ്ടമായെന്ന് പോലും പറഞ്ഞു തരാൻ പറ്റാത്ത രീതിയിൽ അടിപൊളി വ്യൂ ആണ്. നമുക്ക് നേച്ചർ കണ്ട് ആസ്വദിക്കാനും ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടിരിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എപ്പോഴെങ്കിലുമൊക്കെ വന്ന് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങളൊന്ന് റിലാക്സ് ആയല്ലേ. ഇതുപോലെ കുറേ നേരം വന്നിരിക്കുന്നത് നല്ലതായിരിക്കും. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണെന്ന് അറിയാം, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് ഓപ്പണായിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത്, എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ വിനു? പിന്നെന്താ, അപ്പം ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു കുട്ടി വ്ളോഗ് അല്ലേ, ഞങ്ങളുടെ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ലവ് യു.